കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. പ്രദേശത്തെ സമാധാനപരമായ അന്തരീക്ഷം കള്ളുഷാപ്പ് വരുന്നതോടെ തകരുമെന്ന് പ്രദേശവാസികൾ. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെ പഞ്ചായത്ത് പ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ കനത്ത പ്രതിഷേധം. മാറാടി പഞ്ചായത്തിലെ 5-ാം വാർഡിൽ പുതിയ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുവാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്ന് ഷാപ്പ് തുറക്കാൻ എത്തിയവരെയാണ് പ്രതിഷേധക്കാർ തടഞ്ഞത്. ജനപ്രതിനിധികളും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആരാധനാലയങ്ങളും വീടുകളും ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിൽ ഷാപ്പ് ആരംഭിക്കുന്നതിനെ പഞ്ചായത്ത് ഏകകണ്ഠേന എതിർക്കുമെന്ന് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാം പറഞ്ഞു. ജനങ്ങൾക്ക് ഷാപ്പ് വരുന്നത് മൂലം ബുദ്ധിമുട്ടാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. അത്രയ്ക്ക് ജനനിബിഡമായ ഇത്രയും ചേർന്ന് വീടുകളുള്ള ഈ ഭാഗത്ത് കൊണ്ടുവന്നൊരു ഷാപ്പ് വയ്ക്കുമ്പോൾ ഇവിടെ വളരുന്ന കുട്ടികളും അവരുടെ വരും തലമുറയ്ക്കും എല്ലാം എത്രമാത്രം ഭവിഷ്യത്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളത് ഇവിടെ പാടില്ല, അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റിക്കൊണ്ടു പോകാൻ അവരോട് വളരെ കാര്യമായി പറഞ്ഞിട്ടും വീണ്ടും അവർ ഹൈക്കോടതി ഓർഡർ മേടിച്ചു എന്ന് പറഞ്ഞാണ് ഇന്ന് വന്നത്. പക്ഷെ നമ്മൾ ഹൈക്കോടതിയിലും പഞ്ചായത്ത് ഇത് നിന്ന് ഹൈക്കോടതിയിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ളൊരു വിധി പൂർണ്ണമായൊരു വിധി കിട്ടാതെ അവർ വീണ്ടും ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം അവർ ഷാപ്പ് ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടിയായിട്ട് വന്നു. പക്ഷേ അത് സാധ്യമല്ല. ഹൈക്കോടതിയുടെ തീരുമാനവും നമുക്ക് കിട്ടുന്ന തീരുമാനവും എല്ലാം അറിഞ്ഞ് ചർച്ച ചെയ്ത് മാത്രം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ പോലീസ് വന്നെങ്കിലും അത് ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടു, കാരണം അവർക്കത് സാധ്യമല്ല. പ്രദേശത്തെ സമാധാനപരമായ അന്തരീക്ഷം കള്ളുഷാപ്പ് വരുന്നതോടെ തകരുമെന്നതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണം. വേണ്ടപ്പെട്ട അധികാരികൾക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി കുന്നപ്പിള്ളി, മെമ്പർ തേജസ് ജോൺ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ജോളി എന്നിവർ പറഞ്ഞു. ഇത്രയും ജനനിബിഡമായ ഒരു പ്രദേശത്ത് ഷാപ്പ് വരുന്നതിനെതിരെയും അതോടൊപ്പം തന്നെ ഒരു ആരാധനാലയം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഉള്ള അവസ്ഥാവിശേഷമുണ്ട്. ഈ അവസരത്തിൽ അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നിയമത്തിൻ്റെ വശം മാത്രം നോക്കിക്കൊണ്ട് ഒരു ഷാപ്പ് നടത്താനുള്ള ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരെ ഈ ജനകീയ സമുദായത്തോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ്, ജനപ്രതിനിധിയുള്ള രീതിയിലുള്ള ഉറപ്പും ഈ അവസരത്തിലായിരുന്നു. ഈ ഷാപ്പ് കൂടെ വന്നാൽ ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും അതുപോലെ തന്നെ ഇന്ന് ഷാപ്പുകളിൽ കള്ളു കുടിക്കാൻ വരുന്നത് സാധാരണ ജനങ്ങളല്ല, അന്യസംസ്ഥാന തൊഴിലാളികൾ ഭായിമാരും മറ്റ് സംസ്ഥാന തൊഴിലാളികളും ഇവിടെ വന്ന് അഴിഞ്ഞാടും എന്നുള്ളതുകൊണ്ടും ഈ പ്രദേശത്ത് സമാധാന നില പുനഃസ്ഥാപിക്കേണ്ട ആവശ്യകത വാർഡ് മെമ്പർ എന്നുള്ള നിലയിലും പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളതും ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ട തീരുമാനമാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രാത്രി കൊണ്ടുവന്ന ഒരു ബോർഡും വെച്ച് ഇത് ഒരു ലൈസൻസിൻ്റെ മറവിൽ ഇവിടെ തുടങ്ങുവാൻ ഉദ്ദേശിച്ചത് അത് ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ജനങ്ങളുടെ കൂടെയുണ്ട്. ഇതിൽ രാഷ്ട്രീയമില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ സൂചിപ്പിച്ച പോലെ പഞ്ചായത്തിൽ കൂടി എല്ലാവരും ഐകകണ്ഠ്യേന തീരുമാനമെടുക്കുകയും അതുപോലെ 4-5 വാർഡുകളുടെ ഗ്രാമസഭ ഒന്നടങ്കം കൂടി ഐകകണ്ഠ്യേന തീരുമാനമെടുക്കുക. പഞ്ചായത്ത് കമ്മിറ്റിയും ഐകകണ്ഠ്യേന ഈ ഷാപ്പിനെതിരെ ഇവിടെ സ്ഥാപിക്കരുത് എന്നുള്ള തീരുമാനവുമായി മുമ്പോട്ട് പോവുകയാണ്. ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് വേണ്ട എന്ന ഫ്ലെക്സ് ബോർഡുകൾ അടക്കം പിടിച്ചാണ് സ്ത്രീകളടക്കമുള്ളവർ പ്രതിഷേധിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.